ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ പാളി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അവിടെ വെച്ചേക്കാന്ന്. അപ്പോൾ ഇത് നനഞ്ഞ കോഴിനെ പോലെ ഇരിക്കുന്നത് കുളിയൊക്കെ രാവിലെ കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, അതാണ് നെറ്റത്തൊക്കെ ചന്ദനക്കുറിയൊക്കെ. അതിനുശേഷം പോത്തീസിലെത്തി ഞാനും അമ്മയും അച്ഛനും ഹസ്ബൻഡും ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഉണ്ടായത്. പോത്തീസിൽ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ പോകാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തോ. മെറ്റീരിയലും കുർത്തീസിനൊക്കെ നല്ല കളക്ഷനും അതുപോലെ തന്നെ ഓഫറുണ്ട്. മെറ്റീരിയൽസിനല്ല കേട്ടോ ഓഫർ, കുർത്തീസിനാണ് ഓഫർ. 3 കുർത്തീസ് 799, 1099 ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്കൊരു ലെഹങ്ക എടുക്കാനായിട്ട് ഞാനൊരു മെറ്റീരിയലൊക്കെ തപ്പി ഇറങ്ങിയതാണ്. ഞാൻ സാധാരണ മെറ്റീരിയലൊക്കെ എന്തെങ്കിലും എനിക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കിപ്പോൾ അപ്പോൾ 1-2 ഇതൊക്കെ നോക്കി. അപ്പോൾ ഇത് ഒരെണ്ണം ഞാനൊന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ ഈ ഒരു ചേച്ചി നല്ല ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ പോത്തീസിലുള്ള ധന്യ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവിടുത്തെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവരെങ്ങനെ പെരുമാറുന്നു എന്നതിലാണല്ലേ. ചിലപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടി അവരുടെ ഒരു ഇതിൽ നിന്ന് നമ്മൾ എടുത്തു പോകും. അപ്പം നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി എല്ലാ കാര്യം പറഞ്ഞു തന്നൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും പോത്തീസ് ചെല്ലുന്നുണ്ടെങ്കിൽ ഈ ധന്യ എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു. ചേച്ചി എല്ലാം നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുതരും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കസ്റ്റമർ സർവീസ് ആട്ടോ. അതിനുശേഷം ഞങ്ങൾ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി റെഫർ ചെയ്തതിന് ശേഷം മോഡൽ കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കും. അതിനുശേഷം മെറ്റീരിയൽസിനെ പറ്റി അപ്പം നോക്കില്ല. പിന്നെ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏകദേശം മെറ്റീരിയൽസിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ അവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവം അടിപൊളിയായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ എവിടെ മിറർ കണ്ടാലും എനിക്ക് ഈ ഒരു അസുഖമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ മെറ്റീരിയൽ മിറർ കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കും. അപ്പോൾ അമ്മ അവിടെ സൈഡിലും തലങ്ങും വിലങ്ങൊക്കെ കുർത്തിയും കാര്യങ്ങളൊക്കെ നോക്കണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഞാൻ തന്നെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. അതിനുശേഷം താഴെ എത്തിയപ്പോൾ അവിടെ നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ ആ ഒരു താഴെയില്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ തന്നെ അവിടെ കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ പൊട്ട് അതൊക്കെ വാങ്ങിക്കാനായിട്ട് അമ്മ അവിടെ നോക്കുന്ന സമയത്ത് ഞാനവിടെ കുറച്ച് വീണ്ടും ഒന്ന് പരിധി ഇത് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഇതാട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ എടുത്തതാണ്. വീണ്ടും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്തല്ല അങ്ങനെ. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ കുറേ ഇയറിങ്സ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞാൻ എടുത്തെന്ന് വെച്ചാൽ ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് അതുപോലെ കളേർഡ് ആയിട്ടുള്ള ഹൂപ്സ് ഇല്ലേ, ആ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന മഞ്ഞ നില, എനിക്ക് ആ ടൈപ്പ് കുറേ കമ്മലുണ്ടായിരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇതൊരു വലിയ ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഒരിത് എനിക്കത് ഓർമ്മ വന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ തിരിച്ചറിഞ്ഞൊരു കുട്ടി വന്ന് മിണ്ടി. പക്ഷേ എനിക്ക് പെട്ടെന്ന് നെർവസ് ആയതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ പേര് തിരിച്ച് ചോദിച്ചില്ല കേട്ടോ. അപ്പം എനിക്ക് വലിയൊരു മണ്ടത്തരം. ഇപ്പോൾ ഞാൻ വീഡിയോ എവിടെയാണെന്ന് ചോദിച്ചില്ല, പേര് എവിടെയാണെന്ന് ചോദിച്ചില്ല. പെട്ടെന്ന് എനിക്കൊരു നെർവസ് ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിക്കാതെ. പക്ഷേ എനിക്ക് വന്ന് മിണ്ടിയത് ഒത്തിരി സന്തോഷമായി, ഒത്തിരി ഹാപ്പി ആയി എന്ന് ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ടാലും വന്ന് മിണ്ടിയില്ലോ. അപ്പോൾ അത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ ആ കുട്ടിയുടെ അടുത്തും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കുട്ടി വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പെട്ടെന്ന് നെർവസ് ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ചോദിക്കാതിരുന്നത്. എന്നാലും ആ കുട്ടി എന്നോട് എപ്പോഴാണ് വന്നേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആളവിടെ ഡ്രസ്സ് എടുക്കാൻ വന്ന കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ വന്ന് നമ്മളോട് മിണ്ടുമ്പോൾ അത് എത്ര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും വന്ന് മിണ്ടാൻ കാണിച്ച ഒരു മനസ്സിന് ഒത്തിരി താങ്ക്സ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ കൊച്ചിക്കാർക്ക് ഈ കൊച്ചിയിൽ കൂടെ ഇങ്ങനെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങൊക്കെ ചുറ്റി നടക്കാൻ തന്നെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിനി അടുത്ത് പോണത് ഉർവശിയിലേക്കാട്ടോ, നമ്മുടെ എറണാകുളം ഉർവശിയില്ലേ. ഉർവശി ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു ഞാൻ റീൽസിലൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഉർവശിയിലൊന്ന് പോകണം. നമ്മൾ ഈ ഉർവശിയിലൊക്കെ കയറി ബില്ലടിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും ദൈവം ഇത്ര സമയമായി അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. കാര്യം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന സമയത്തായിരിക്കും സമയം അറിയണത്. അങ്ങനെ ഞാൻ ഇരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വേർത്തു. അപ്പോൾ എന്നാലും ഞാനിങ്ങനെ നോക്കുക, മുഖമൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ. ഞാൻ വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. സ്കിൻ കെയർ ഇട്ടു, ജസ്റ്റ് ഒരു കൺസീലർ ഇട്ടു. പിരികെ എഴുതിയപ്പോൾ ചെറുതായിട്ട് പിള്ളച്ചനെ പോലെ ആയോ എന്ന് തോന്നി. കാര്യം പുതുതായിട്ട് വാങ്ങിയ മാൾസിൻ്റെ ഒരു പാലറ്റ് എന്നാട്ടോ ഞാൻ ഇന്ന് ഐബ്രോസ് ഫില്ല് ചെയ്തേ. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, ആ ഒരു റോഡിൻ്റെ പേരും അറിയില്ല, അവിടെ ഒന്ന് പോകാനുണ്ടായിരുന്നു ഒരു ക്രാഫ്റ്റിൻ്റെ കടയിൽ. അതിനുശേഷം നമ്മുടെ ഉർവശി എത്തി. എന്തോരം യൂണീക്കായിട്ടുള്ള കമ്മലുകൾ വന്നേക്കണമെന്നറിയോ. എപ്പോൾ ഞാൻ പോയാലും ഓരോ വെറൈറ്റി ട്രെൻഡിങ് കമ്മലുകളായിരിക്കും. അല്ലെങ്കിൽ പഴയതുപോലെ എപ്പോഴും നമുക്കൊരു ആവർത്തന വിരസത ഉണ്ടാവില്ല. എപ്പോൾ ചെന്നാലും ഓരോരോ വ്യത്യസ്ത തരമായിട്ടുള്ള കമ്മലുകളുണ്ടാകും. ഈ കാണുന്ന കമ്മലുകൾക്കൊക്കെ വളരെ റേറ്റ് കുറവാട്ടോ. അങ്ങനെ അപ്പോൾ ഞാനൊരു ബാസ്ക്കറ്റ് എടുത്ത് കൈ പിടിച്ചു. അമ്മേനെ പിന്നെ ഞാൻ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. അമ്മയുടേതായ രീതിക്ക് അമ്മ അവിടെ ഷോപ്പിംഗ് തുടങ്ങി. അങ്ങനെ പിന്നെ സാറ്റർഡേ ആയിരുന്നു, വർക്കിൻ്റെ ഒന്നും ആയില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും
ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ദൈവമേ ഭയങ്കര റേറ്റാണ്, വളരെ വിലക്കുറവ്. അതായത് 20 റുപ്പീസ് മുതൽ കമ്മൽ ഇയറിങ്സ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മുടെ നെയിലില്ലേ, അതായത് എക്സ്റ്റൻഷൻ, നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ വയ്ക്കുന്നത് 30 റുപ്പീസ് സ്റ്റാർട്ടിങ്, ലെൻസ് 75, 80 റുപ്പീസ്. ഈ കാണുന്ന കമ്മൽ എന്തൊക്കെയാണ് പറയണത് ഞാൻ, കമ്മൽ 300 സംതിങ് ഉള്ളൂ കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒട്ടും വെയിറ്റും ഇല്ല, നല്ല രസമുണ്ട് കാണാൻ. വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി. പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ. എന്തോ ലാസ്റ്റ് നിമിഷത്തിൽ അമ്മ പറഞ്ഞു ഇത്ര വലിയ കമ്മലൊക്കെ ഇട്ട് നീ പോയ കാത് തൂങ്ങി കയ്യിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ലാസ്റ്റ് നിമിഷം എന്തോ പോലെ ആയിട്ട് ഞാൻ അവിടെ വെച്ചു. പിന്നെ ഈ കാണുന്ന ഈ ഹാങ്ങിങ് ഇയറിങ്സിനൊക്കെ റേറ്റ് കുറവാണ് കണ്ടോ. ഇതാണ് നമ്മുടെ നെയിൽസ്. നമുക്ക് 1 ഡേയ്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ നെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ബില്ലടിച്ച് ഇറങ്ങിയപ്പോഴാണ് ഇത്ര നേരമായി എന്ന് അറിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ചാടി ഇറങ്ങി. എന്നിട്ട് എനിക്ക് മതിയായില്ല. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി, നമ്മുടെ താൽ റെസ്റ്റോറൻറ്റില്ലേ അവിടെ പോയി. അവിടെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, 2:45 സമയം. അപ്പോൾ ഞാനും അച്ഛനും ഒരു പൊതിച്ചോറും, അമ്മ ഒരു ക്വാർട്ടർ മന്തി, വിഷ്ണു ചേട്ടൻ ഒരു ചട്ടി ബിരിയാണി വാങ്ങി. എനിക്ക് പൊതിച്ചോറ് കണ്ടപ്പോഴുള്ള സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. നമ്മൾ ഫിഷ് പൊതിച്ചോറ് അതാട്ടോ പറഞ്ഞത്. അപ്പോൾ ഓംലേറ്റും ഉപ്പേരിയും അവിയലും ചമ്മന്തി, മീൻ, നമ്മുടെ മീൻ നല്ല കേര മീനൊക്കെ നന്നായിട്ട് വറുത്തിട്ട് അത് നല്ല ഇങ്ങനെ അച്ചാറൊക്കെ ഇടുന്ന പോലെ ഒരു സെറ്റപ്പിലാക്കിയിട്ടില്ല, ആ കറിയായിരുന്നു കേട്ടോ. ഞാൻ എന്നെപ്പോലെ കഴിക്കുന്ന ഒരു 3 പേർക്കുണ്ടെങ്കിൽ ഈ ഒരു പൊതിച്ചോറ്, ചട്ടിച്ചോറെന്ന വായിലും തന്നെ പൊതിച്ചോറ് കഴിക്കാം. എനിക്കതിൻ്റെ ഒരു 1/4 ഭാഗം കഴിച്ചപ്പോഴേക്കും വയറിങ്ങനെ ബുമ്മെന്ന് വായി പൊട്ടാറായി, അത്ര എൻ്റെ വയറ് ഫില്ലായി പോയി കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണോ അത് കഴിക്കണമെന്നായിപ്പോയി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എൻ്റെ വാ കണ്ടോ ഇങ്ങനെ മമ്മെന്ന് വായിൽ കുത്തി കയറ്റി കഴിക്കണം, എനിക്ക് അത്ര ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത് എൻ്റെ നോട്ടം ആ ഇരിക്കുന്ന ചട്ടി ബിരിയാണിയിലേക്ക് അതൊന്ന് കുറച്ച് ടേസ്റ്റ് ആണെന്നുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതാണ് മെയിൻ കാര്യം. അപ്പോൾ എനിക്ക് ഇത്തവണ ആരും വീഡിയോ എടുത്ത് തരാനുള്ള ക്ഷമ ആർക്കില്ല. അപ്പം ഞാൻ എന്നാൽ ശരി ഞാൻ തന്നെ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ തന്നെ കഴിക്കുന്നു, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു. കാര്യം അവരും വിശന്നിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളുരുത്തിയിലുള്ള എൻ്റെ അമ്മയുടെ വീട്ടിട്ടും കൂടി പോയിട്ട് അമ്മയുടെ വീട്ടിൽ പോയി അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഈ പഴത്തിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ, ഇത് അവരുടെയൊക്കെ ചെറുപ്പത്തിൽ അവരൊക്കെ കഴിക്കാറുള്ളൊരു പഴമാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ. അതിനുശേഷം അമ്മ വീട്ടിൽ പോയി നല്ല അടിപൊളി പാൽ ചായയും അലുവയൊക്കെ ഉണ്ടായിരുന്നു, നല്ല റബ്ബർ പോലെ ബളുബളുന്ന് ഇങ്ങനെ ആവുന്ന അലുവ. അപ്പോൾ ഞാൻ കുറച്ച് അലുവയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. പിന്നെ രാവിലെ മുതൽ കറങ്ങി നടക്കണോണ്ട് തലയ്ക്കൊക്കെ ഒരു പെരുപ്പ് പോലെ. അപ്പോൾ കുറച്ച് ചായയും കുടിച്ചു, ഒരു കഷ്ണം അലുവയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അമ്മ വീടിൻ്റെ അടുത്ത്, പള്ളുരുത്തിലാണ് എൻ്റെ അമ്മ വീട്, അതിൻ്റെ അടുത്തൊരു പുളിമരം കണ്ടു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ഞങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ പുളി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, നെല്ലിപ്പുളി എന്നിട്ട് ഞങ്ങൾ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.